Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, all. Good afternoon, ma'am. Mute. Any prayer ആരാടാ? പറഞ്ഞോട്ടെ prayer signing and thoughts today. പറയാറില്ല ക്ലാസ്സില്? prayer ഒന്നും പറയാറില്ല? PG ക്ലാസ് അങ്ങനെയാണോ? ആ മാം ഇടയ്ക്ക് പറയാറുണ്ട്. ചിലപ്പോ ആരും ഉണ്ടാവില്ല, അപ്പൊ സൈലന്റ് പ്രയർ ആയിരിക്കും. സൈലന്റ് prayer പറയാറുണ്ട്. ഓക്കെ ഞാൻ Ma'am, prayer ഞാൻ ചൊല്ലാം. ഓക്കെ ദീപിക പറഞ്ഞോടാം. Dear loving God, thank you for waking me up today. Thank you for your love and care. Thank you for everything you have freely given me in this life. I pray that I can keep my eyes on you and live a life that proclaims your excellence. Thank you so much, God. Good afternoon, everyone. Good afternoon. നമ്മളിനി നമ്മുടെ പോർഷനിലേക്ക് പോവാണ്. Advantages of parents and community partnership in education. Advantages മുതലല്ലേ പറയാനുള്ളത്? അല്ലേ? ലാസ്റ്റ് ക്ലാസ്സില് ഓക്കെ. അപ്പോ അഡ്വാൻറ്റേജസ് ഓഫ് പാരന്റ്സ് ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ട്ണർഷിപ്പ് ഇൻ എഡ്യൂക്കേഷന്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. There are number of important benefits to the parents and community involvement. നമ്മുടെ PGയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് നിങ്ങൾ ഇട്ടിരിക്കുന്ന PDF ഉണ്ടല്ലോ, അത് ഫുള്ളും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അത് എഡിറ്റ് ചെയ്യാം. ഒരു സെന്റൻസ് വായിക്കുമ്പോ തന്നെ അതിൽ മിസ്റ്റേക്ക് വരാറ്. അപ്പൊ പറയുമ്പോൾ തന്നെ നിങ്ങൾ അതൊന്ന് എഡിറ്റ് ചെയ്ത് പോവാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഓക്കെ, ഇത് ആൻഡ് ആണ് കേട്ടോ. ഇത് ആൻഡ് എന്നാക്കണേ. പാർട്ട്ണർഷിപ്പ് ഇൻ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ്, പാരന്റ്സ്, ടീച്ചേഴ്സ്, സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റി. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും എന്തുണ്ട്, ഈ പാരന്റ്സ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റിലൂടെ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന് കുറച്ച് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. പാരന്റ്സിന് ബെനിഫിറ്റ്സ് ഉണ്ട്, സ്കൂൾ ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റീസിനും എന്തുണ്ട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ ഓരോരുത്തർക്കും എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് മൂലം നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. സ്റ്റുഡൻസ് ബെനിഫിറ്റ്സ് ആ പറയുന്നത് ഡെവലപ്ഡ് അക്കാഡമിക് അച്ചീവ്മെന്റ്സ്. അവർക്ക് അക്കാഡമിക് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് നേട്ടങ്ങൾ കൂടും, അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എൻഹാൻസ് സ്റ്റുഡൻസ് സക്സസ് ഇൻ സ്കൂൾ, ഹയർ ഗ്രാജുവേഷൻ റേറ്റ്. നമ്മൾ ഹയർ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആവുന്ന കുട്ടികളുടെ റേറ്റിൽ ഒത്തിരി കൂടുതലുണ്ടാവും. ചില നല്ല രീതിയിൽ സക്സസ് ചെയ്യാനായിട്ട് അവർക്ക് ഹയർ ഗ്രാജുവേഷനിലേക്ക് പോകാനായിട്ട് പറ്റും. Upgrade attitude and behavior and increase involvement in classroom learning activity, increased completion of and more positive attitude towards homework. അപ്പൊ കുട്ടികൾക്ക് നല്ലൊരു ആറ്റിറ്റ്യൂഡ്, നല്ലൊരു ബിഹേവിയറും അതേപോലെ തന്നെ ക്ലാസ് റൂമിലെ ഓരോ ലേണിംഗ് ആക്ടിവിറ്റീസിനോടും അവർക്ക് നല്ലൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. നിങ്ങളോടായാലും ഞാനൊരു സെമിനാർ എടുക്കാൻ ഒരു ടോപ്പിക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ആ സെമിനാർ എടുക്കാനുള്ള ടോപ്പിക് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ ക്ലാസ് റൂം ആക്ടിവിറ്റീസുകൾ, ലേണിംഗ് ആക്ടിവിറ്റീസ് നിങ്ങൾ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. സോ ഇത് കുറച്ചുകൂടി എന്താണ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അവരിൽ ക്രിയേറ്റ് ചെയ്യാണ്, കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യാണ്. ടൂവേഴ്സ് ഹോംവർക്ക്, ലൈക്ക് ഹോംവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതായത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് വീട്ടിൽ ചെന്നിട്ടായാലും അത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് അവർക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു മനസ്സോട് കൂടി വർക്ക്ഔട്ട് ചെയ്യും. അതേപോലെ തന്നെ ഇതേപോലെ നല്ല പാർട്ട്നേഴ്സും പാരന്റ്സും കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ സ്കൂൾ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ എന്താണ് അവിടെ അറ്റൻഡൻസ് റേറ്റ് കൂടുതലായിരിക്കും. കുട്ടികൾ എന്താണ് ലീവ് എടുക്കുന്ന ഇത് കുറവായിരിക്കും. ഹയർ അറ്റൻഡൻസ് റേറ്റ് ആൻഡ് റെഡ്യൂസ് സസ്പെൻഷൻ റേറ്റ്. സസ്പെൻഡ് ആക്കുക അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സസ്പെൻഡ് ഒക്കെ ചെയ്യൂലേ, അങ്ങനത്തെ കാര്യങ്ങൾ കുറവും
അറ്റൻഡൻസ് കൂടുതലായിരിക്കും, കുട്ടികളെല്ലാവരും ക്ലാസ്സിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഗ്രേറ്റർ എൻറോൾമെന്റ് ഇൻ പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് ഒരു എഡ്യൂക്കേഷൻ ലെവലിലേക്ക് കുട്ടികൾ കൂടുതലായിട്ട് എൻറോൾ ആവും, കൂടുതലായിട്ട് പോകും. നമ്മളുടെ എഡ്യൂക്കേഷനിൽ നിന്ന് നെക്സ്റ്റ് എഡ്യൂക്കേഷനിലേക്ക് അത് കൂടുതലായിട്ട് കുട്ടികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനായിട്ട് പറ്റും. Monitoring program with community members boost the students' behavior and academic performance. നമ്മൾ ഒരു ഏജിനനുസരിച്ച് നമ്മൾ മോണിറ്ററിംഗ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള മോണിറ്ററിംഗ് പ്രോഗ്രാംസ്, അങ്ങനെ ഓരോ പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ ബിഹേവിയർ ആൻഡ് അക്കാഡമിക് പെർഫോമൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, SSLC കുട്ടികളാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ 10th പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ്, അതേപോലെ തന്നെ അവർക്ക് ടെൻഷൻ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ടെൻഷൻ, നമ്മളിപ്പോ അറിയാലോ ടെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും, അതൊരു പരിധി വരെയും കുറയ്ക്കാനായിട്ട് അതവരെ ഹെൽപ്പ് ചെയ്യും. ഇത്രയുമാണ് സ്റ്റുഡൻസിനുള്ള ബെനിഫിറ്റ്സ്. ഇനി എന്തെല്ലാമാണ് പാരന്റ്സിനുള്ള ബെനിഫിറ്റ്സ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ കമ്മ്യൂണിറ്റി പാരന്റ്സ് കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പ് മൂലം എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് പാരന്റ്സിനുള്ളതെന്ന്. ഇൻക്രീസ് അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് ദ പാരന്റ്സ് ആർ ദ പ്രൈമറി വേ. ഇവിടെ മിസ്റ്റേക്ക് ആണ്, ഇത് വേ ആണ് കേട്ടോ, അത് വേ എന്നാണ്. വേന്നാക്കിക്കോട്ടെ എല്ലാവരും, വേന്നാക്കി. വേ ഇൻ ദർ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ. അപ്പൊ പാരന്റ്സിന് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരുടെ കുട്ടിയുടെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് അതെങ്ങനെയൊക്കെ കിട്ടും എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ആർക്കറിയാൻ പറ്റും, പാരന്റ്സിന് അറിയാൻ പറ്റും. ഇൻക്രീസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വർക്ക്സ് ഓഫ് ദ സ്കൂൾ. നമ്മൾ സ്കൂളിൽ കൊടുക്കുന്ന വർക്കിനെ കുറിച്ചിട്ട് പാരന്റ്സിന് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. സോ കുട്ടികളോട് നമുക്കത് ചോദിക്കാം, നിങ്ങളത് ചെയ്തോ, ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ, ടീച്ചർ പറഞ്ഞ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തോ എന്നുള്ള കാര്യങ്ങൾ, അത് എന്തൊക്കെ വർക്കാണ് കുട്ടികൾക്ക് ഉള്ളതെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പാരന്റ്സ് ആൻഡ് ദർ ചിൽഡ്രൻ ആൻഡ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. നമ്മുടെ കുട്ടികളും പാരന്റ്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യും, പാരന്റ്സും ടീച്ചേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യും. അപ്പോ അവർക്ക് കൂടുതൽ കുട്ടികൾ അധികം പറയുന്നത് സ്ത്രീയില് കുട്ടികൾ അധികം കുറുമ്പൊന്നും കാണിക്കില്ല. കാരണം ടീച്ചേഴ്സും പാരന്റ്സും നമുക്ക് നല്ലൊരു കോണ്ടാക്ട് ഉണ്ട്. ഞാനിപ്പോ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോ ലീവ് എടുത്തു കഴിഞ്ഞിട്ട് അത് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പാരന്റ്സ് ടീച്ചേഴ്സിനോട് പറഞ്ഞോളൂ. അങ്ങനൊരു പ്രശ്നം അവിടെ വരുന്നില്ല. നല്ല കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇൻക്രീസ് ഇൻവോൾവ്മെന്റ് ഓഫ് ദ പാരന്റ്സ് ഇൻ ലേണിംഗ് ആക്ടിവിറ്റീസ് അറ്റ് ഹോം. അവർക്ക് ലേണിംഗ് ആക്ടിവിറ്റീസ് വീട്ടിൽ തന്നെ കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റും, അത് ലേണിംഗ് ആക്ടിവിറ്റീസിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യാം. കുട്ടികളിൽ വീട്ടിൽ വെച്ചിട്ട് കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് ശ്രദ്ധ കൊടുക്കാനായിട്ട് പാരന്റ്സിന് പറ്റും. എൻകറേജ്മെന്റ് ഓഫ് സം പാരന്റ്സ് ടു റിട്ടേൺ ടു സ്കൂൾ ടു ഫിനിഷ് ദർ ഓൺ എഡ്യൂക്കേഷൻ. ചില പാരന്റ്സിന് അവര് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ച് അവരുടെ സ്കൂളിലേക്ക് വിടാറ്, അവരുടെ എഡ്യൂക്കേഷൻ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വിടാണ്. ഇപ്പൊ നിങ്ങളെ മിക്കവരും ചിലപ്പോൾ ഒരു ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് വന്നവരുണ്ടാവും, ഒത്തിരി വർഷങ്ങൾ ബ്രേക്ക് എടുത്തവരുണ്ടാവും, വീണ്ടും തിരിച്ച് നിങ്ങൾ ഈ ഒരു എഡ്യൂക്കേഷന്റെ പാർട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും. നമ്മളപ്പം എൻകറേജ്മെന്റ് ഓഫ് സം പാരന്റ്സ് ടു റിട്ടേൺ ടു ദർ സ്കൂൾ ടു ഫിനിഷ് ദർ ഓൺ എഡ്യൂക്കേഷൻ. നല്ലൊരു പാരന്റ്സ് ടീച്ചേഴ്സ് പാർട്ണർഷിപ്പ്, കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ പാരന്റ്സിന് തിരിച്ച് അവരുടെ ഓൺ എഡ്യൂക്കേഷൻ ഫിനിഷ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. നമ്മളൊരു സിനിമ കണ്ടിട്ടുണ്ടല്ലോ, മഞ്ജു വാര്യരുടെ, ഓർമ്മയുണ്ടോ ഇതേപോലൊരു ഇൻസിഡന്റ് ഉള്ള? ഉദാഹരണം സുജാത. ആ ഒരു ഫിലിമിൽ എന്താണ്, ആള് ഓൺ എഡ്യൂക്കേഷൻ, മകളെ പഠിക്കാൻ വേണ്ടിയിട്ട് ആള് തന്നെ എന്ത് ചെയ്തു, പഠിക്കാനായിട്ട് തുടങ്ങി. സോ ഓട്ടോമാറ്റിക്കലി അത് ആ കുട്ടിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം അത് ബാഡായിട്ടാണ് ആളെ എഫക്ട് ചെയ്തെങ്കിലും പിന്നെ നല്ലൊരു പോസിറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ബിഹേവിയറിലേക്ക് അത് കൊണ്ടുപോകും. എൻഹാൻസ് പാരന്റ് ആറ്റിറ്റ്യൂഡ് അബൌട്ട് ദംസെൽഫ്. നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഇതേപോലെ പാരന്റ്സിന് കൗൺസിലിംഗ് കൊടുക്കാം. നമ്മളിപ്പോ കുട്ടികൾക്ക് മാത്രം കൗൺസിലിംഗ് അല്ലേ കൊടുക്കുന്നത്, അതിന് പകരമായിട്ട് പാരന്റ്സിന് കൗൺസിലിംഗ് കൊടുക്കാം. എവിടെയും പഠിപ്പിക്കുന്നില്ല പാരന്റ്സ് എങ്ങനെ ആകണം, അല്ലെങ്കിൽ പാരന്റ്സ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ എവിടെയും ആരും പഠിപ്പിക്കുന്നില്ല. മുമ്പൊക്കെ ആണെങ്കിൽ എങ്ങനെയൊക്കെ പോകുന്നു. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കുട്ടികളെ എന്ത് ചെയ്യുന്നത്, വളർത്തിയെടുക്കേണ്ടതെന്നുള്ളത് ഒരു ഗൈഡൻസ് കൊടുക്കുന്നത്
വളരെ അത്യാവശ്യമാണ്. കാരണം അതേപോലൊരു ജനറേഷൻ അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ടൈമിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു സ്കൂളും പാരന്റ്സും തമ്മിൽ നല്ലൊരു എന്താ പറയാ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ അപ്പൊ സ്കൂളിൽ വെച്ച് തന്നെ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാനൊക്കെ പറ്റും. ഇനി ഇങ്ങനെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് ടീച്ചേഴ്സിനുള്ളതെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇൻക്രീസ് പാരന്റൽ സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ ടീച്ചർ സ്കിൽ. അപ്പൊ ടീച്ചേഴ്സിന്റെ സ്കില്ലിന് പാരന്റ്സിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ, ഗ്രേറ്റർ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഫ്യൂർ റിക്വസ്റ്റ് ഫോർ ട്രാൻസ്ഫേഴ്സ്. നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ വരും. കാരണം കുട്ടികളും പാരന്റ്സും ടീച്ചേഴ്സും തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പാരന്റ്സ് ഓട്ടോമാറ്റിക്കലി ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ടീച്ചേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പൊ നന്നായിട്ട് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുകയാണെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇപ്പൊ നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്താണുള്ള റെസ്പോൺസ് ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് പറയുമ്പോഴായിരിക്കും ഞങ്ങൾ ആ ഒരു എടുത്തൊരു എഫേർട്ടിന് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു റിട്ടേൺ എന്ന് പറയുന്നത്. ഫ്യൂർ റിക്വസ്റ്റ് ഫോർ ട്രാൻസ്ഫേഴ്സ്. ചില ആൾക്കാർ മാറാനായി ട്രാൻസ്ഫേഴ്സ് ചില ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് കാരണം ക്ലാസ് ട്രാൻസ്ഫർ ആയി പോകും എന്നൊക്കെ പറയാറുണ്ട്. അത് കുറയും. അങ്ങനെ കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും ചെയ്യില്ല, കൊഴിഞ്ഞു പോകില്ല. ഇൻക്രീസ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ സ്റ്റാഫ് ടു സ്പെൻഡ് ടൈം ഓൺ ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷണൽ ടാസ്ക് റാദർ ദാൻ ബിഹേവിയർ പ്രോബ്ലംസ്. നമ്മള് കൂടുതലായിട്ട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക സ്റ്റാഫുകൾക്ക്. ടൈം ടു സ്പെൻഡ് ആൻഡ് ഇൻസ്ട്രക്ഷണൽ ടാസ്ക്, ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ആ ഒരു ടാസ്കിൽ നമ്മൾ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. അല്ലാതെ ബിഹേവിയർ അല്ലെങ്കിൽ ഒരാളുടെ ക്യാരക്ടർ ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ബിഹേവിയർ പ്രോബ്ലംസ് ചേഞ്ച് ചെയ്യാനല്ല. അവിടെ എന്ത് കൊടുക്കുക, ഓപ്പർച്യൂണിറ്റീസ് ഒരു കാര്യം ചെയ്യാനുള്ളത് പറഞ്ഞു കൊടുക്കുക. ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ് നമ്മുടെ ഭാഗത്തായിട്ട്. ഇൻക്രീസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കൾച്ചർ ഓഫ് ദി സ്കൂൾ. അതേപോലെ തന്നെ നമ്മളുടെ കൾച്ചറിനെ കുറിച്ചിട്ട് നമ്മുടെ സ്കൂളിന്റെ കമ്മ്യൂണിറ്റി നമ്മൾ എന്തെല്ലാം കമ്മ്യൂണിറ്റി സർവീസുകളും പ്രൊവൈഡ് ചെയ്യാൻ കുറിച്ചിട്ടൊരു വ്യക്തമായ ധാരണ ടീച്ചേഴ്സിന് ഉണ്ടാവും. ഇൻക്രീസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കൾച്ചർ ഓഫ് ദ സ്കൂൾ ആൻഡ് ദ കമ്മ്യൂണിറ്റി ഇൻക്രീസ് ദ റിസോഴ്സ് ഫോർ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ത്രൂ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്. കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് കൂടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യാനും കൂട്ടാനും പറ്റുന്നുണ്ട്. ഇനി എന്തെല്ലാമാണ് സ്കൂളിന്റെ ബെനിഫിറ്റ്സ് എന്നുള്ളത്. നമ്മുടെ സ്കൂളിന്റെ എഫക്റ്റീവ്നെസ് കൂടും. നല്ലൊരു എഫക്റ്റീവ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന നല്ലൊരു എഫക്റ്റീവ് സ്കൂൾ ആയിട്ട് നമ്മൾ മാറും. ഇൻക്രീസ് എഫക്റ്റീവ്നെസ് ഓഫ് സ്കൂൾ, ഇംപ്രൂവ്ഡ് സ്കൂൾ ക്ലൈമറ്റ് ത്രൂ പോസിറ്റീവ്ലി കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ആൻഡ് പാർട്ണർഷിപ്പ്. കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് പാർട്ണർഷിപ്പും കൂടി നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റ് നമ്മുടെ സ്കൂളിന്റെ അകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. Enhance home-school relationship, especially is positive, proactive way, increase the availability of expertise and information to the school at no extra cost. മറ്റു ചെലവൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഹോം സ്കൂൾ നമ്മളുള്ള നല്ല റിലേഷൻഷിപ്പ്, ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. The parents and community support of the school. അപ്പൊ നമ്മുടെ പാരന്റ്സും കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ടാവും സ്കൂളിന്. പാരന്റ്സിന്റെയും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിയുടെയും സപ്പോർട്ടുകൾ കിട്ടും. അപ്പൊ അത് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആണ്. ഇപ്പൊ നമ്മുടെ സ്കൂളിൽ ഏതെങ്കിലും കുട്ടികൾ വീക്ക് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസോ ഫിനാൻഷ്യൽ ക്രൈസിസോ ഉണ്ടെങ്കിൽ പാരന്റ്സും ഈ കമ്മ്യൂണിറ്റി സപ്പോർട്ടോട് കൂടി നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. മിക്ക സ്കൂളുകളും ഉണ്ട്, എന്നാൽ നമ്മുടെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് പറയുന്നുള്ളൂ. കമ്മ്യൂണിറ്റി ബെനിഫിറ്റ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇൻക്രീസ് കോസ്റ്റ് എഫക്റ്റീവ് സർവീസ്. നമുക്ക് കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സർവീസ്, നമുക്ക് ചെലവ് കുറച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഫെസിലിറ്റേറ്റ് ആർ ഹോൾഡ് മണി ആൻഡ് ദ പീപ്പിൾസ് ടൈം ആർ ഡയറക്റ്റഡ് ടുവേഴ്സ് എ കോമൺ ഗോൾ. ആ ടുവേഴ്സ് എ കോമൺ ഗോൾ കണ്ടോ, അവിടെ കുറച്ച് സ്പേസ് കൊടുക്കണം, നല്ലതായിരിക്കും. ഇവിടെ ആയിട്ട് സ്പേസ് ഒത്തിരി സ്പേസ് കൊടുക്കണേ. ടുവേഴ്സ് എ കോമൺ ഗോൾ എന്നാക്കണേ അവിടെ. ഓക്കെ, പീപ്പിൾസ് ടൈമും അതേപോലെ തന്നെ മണി, അതെല്ലാ കാര്യങ്ങളും ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് സ്കിൽ ബിൽഡിംഗ്. നമുക്ക് സ്കിൽ ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
When the parents and community members are involved in a school activity, they have the opportunity to develop their own skills. നമ്മുടെ പാരന്റ്സും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സും എന്താണ് സ്കൂൾ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാണ് അവരുടെ സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യാനും അവരുടേതായ കുറെ സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക. Next ആണ് enhanced knowledge of beliefs in the power of community ability to organize and achieve. നമ്മുടെ കമ്മ്യൂണിറ്റി എബിലിറ്റീസ് ഓർഗനൈസ് ചെയ്യാനും അത് നേടിയെടുക്കാനും അച്ചീവ് ചെയ്യാനുള്ള നോളജ് നമ്മൾ കിട്ടാണ്. Strengthen community identity and pride accomplishment at a school level build pride. That pride in turn spread throughout the community. നമുക്ക് സ്കൂളുകൾ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈഡ് നമുക്കൊരു ഇത് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് നല്ലൊരു ക്യാരക്ടറുള്ള നല്ല വ്യക്തിത്വമുള്ള കുട്ടികളെ ബിൽഡ് ചെയ്യാനും അത് നമ്മളുടെ കമ്മ്യൂണിറ്റീനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സപ്പോർട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, ഇത് നമ്മൾ ത്രൂ ഔട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി മൊത്തമായിട്ട് അത് എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിറ്റി സൊസൈറ്റി അതിലേക്ക് സ്പ്രെഡ് ചെയ്യാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ സ്ട്രെങ്തൻ ദ കമ്മ്യൂണിറ്റി ഐഡന്റിറ്റി. നമ്മളുടെ കമ്മ്യൂണിറ്റി ഐഡന്റിറ്റി സ്ട്രെങ്തൻ ചെയ്യാനും നമ്മൾക്ക് പ്രൈഡ് നമ്മുടെ അഭിമാനം കൂട്ടാനും ഇത് കാരണമാകുന്നു. അതുവഴി നമ്മുടെ സ്കൂളുകൾക്ക് നല്ല ഒരു പ്രൈഡ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സ്പ്രെഡ് ത്രൂ ഔട്ട് ദ കമ്മ്യൂണിറ്റി, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഫുൾ ആയിട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ടും പറ്റും എന്നാണ് പറയുന്നത്. ദെൻ എന്തെല്ലാം ബെനിഫിറ്റ്സുകളാണ്, എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണെന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും. അഡ്വാൻറ്റേജസ് ഓഫ് പാരന്റ്സ് കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പിൽ ഒന്ന് വേഗം ഒന്ന് റീഡ് ചെയ്തേ. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റി തന്നെയാണല്ലോ. സൊസൈറ്റി ആ ഒരു മീനിങ് ആണ്. മറ്റ് കമ്മ്യൂണിറ്റീസ് ഒന്നും ചിന്തിച്ച് പോകണ്ട കേട്ടോ. റീഡ് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് അയക്കണം കേട്ടോ. ബെനിഫിറ്റ്സ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മെസ്സേജ് അയക്കണേ.
ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, അത് അങ്ങനെയാണോന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ ടീച്ചർ ബെനിഫിറ്റ്സില് ആ 4th പോയിന്റ് കഴിഞ്ഞിട്ട് 4th പോയിന്റ് ഇൻക്രീസ്ഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ കൾച്ചർ ഓഫ് ദ സ്കൂൾ ആൻഡ് ദ കമ്മ്യൂണിറ്റി, അതൊരു പോയിന്റ് കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റ് ആണോ ഇൻക്രീസ് ദ റിസോഴ്സസ് ഫോർ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്? അടുത്ത പോയിന്റ് ആണോ? അതുപോലെ തന്നെ ആ സ്കൂൾ ബെനിഫിറ്റ്സിലും അങ്ങനെ ഒരു വരുന്നുണ്ട്. 3rd പോയിന്റിൽ 2 പോയിന്റ് മെർജ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. സ്കൂൾ ബെനിഫിറ്റ്സ് ഇവിടെ തൽക്കാലം നിങ്ങളവിടെ ആൻഡെന്നോ അല്ലെങ്കിൽ പോയിന്റ് ആക്കി തിരിക്കാം നമുക്കത്. ഓക്കെ, നിങ്ങൾക്ക് ടെസ്റ്റ് അവൈലബിൾ ആണോ? പിജിയുടെ ടെസ്റ്റ് അവൈലബിൾ ആണോ? ഇല്ല മാം, ഞാനൊക്കെ PDF പ്രിന്റ് എടുത്തിരിക്കുക. അല്ലേ, എന്റെ കയ്യിൽ വെക്കുന്ന PDF ആണ്, ടെസ്റ്റ് ഇല്ല. അപ്പൊ ട്രൂ കോപ്പി അല്ല നമ്മുടെ കയ്യിൽ ക്ലാസ്സിൽ ഇട്ടിരിക്കണേന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് മിസ്റ്റേക്കുകൾ വന്നിരിക്കണേ. നിങ്ങൾ ഇതൊന്ന് എഡിറ്റ് ചെയ്യണം. ടൈം റിലീസ് ആക്കുക. ടീച്ചേഴ്സ് ബെനിഫിറ്റ്സിന്റെ അടുത്ത 5ാമത്തെ പോയിന്റ് ആക്കി അത് മാറ്റാം. അതേപോലെ തന്നെ ഇവിടെയും ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ഒരു കണ്ടിന്യൂഷൻ ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ടായിരുന്നു. അത് നെക്സ്റ്റ് പോയിന്റ് ആണ്. അതൊന്ന് ചെയ്തേക്കട്ടെ. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും എഡിറ്റ് ചെയ്ത് തന്നെ പോകാം. നമ്മൾ എടുക്കുമ്പോൾ തന്നെ അത് എഡിറ്റ് ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ, ഞാനും നിങ്ങളെപ്പോലെ തന്നെ PDF പ്രിന്റ് എടുത്തിട്ടാ ടെസ്റ്റ് കിട്ടിയിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് ടെസ്റ്റ് കൊണ്ടുവരാനായിട്ട്, പക്ഷെ കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. നമ്മള് എല്ലാവരും റീഡ് ചെയ്ത് കഴിഞ്ഞോ? ഇനി നമ്മൾ വരുന്നത് ഹൗ ഈസ് ഡിഫർ ഫ്രം വാട്ട് എവറി സ്കൂൾ ഡസ് ഓൾറെഡി. എല്ലാ സ്കൂളുകളും ഞാൻ പറയുന്നുണ്ട് ഒരു പരിധി വരെയും ഇതേപോലെ കമ്മ്യൂണിറ്റി അതേപോലെ തന്നെ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഉണ്ട്. എന്നാൽ നമ്മൾ മോണ്ടിസോറി സ്കൂളിൽ കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കണം എന്നാണ് പറയുന്നത്. School vary considerably in their commitments to family-school partnership and energy and skill they apply to them. അവരിലേക്ക് അപ്ലൈ ചെയ്യുന്ന എനർജി സ്കില്ലും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. Moving towards the partnership requirement requires a significant change in attitude by some school and family in order to create relationship where they see one another as allies in education. നമ്മുടെ എഡ്യൂക്കേഷന്റെ പാർട്ടാണ് നമ്മളെ ഫാമിലിയും അതേപോലെ തന്നെ സ്കൂളും ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് പാർട്ടായിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് റോള് വഹിക്കുന്ന 2 ഘടകങ്ങളാണ് ഏത് സ്കൂളും പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്കൂള് നമ്മുടെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ട്രെയിൻ ചെയ്യുന്നു, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർക്ക് എന്ത് വേണം? ഫാമിലി വേണം. എന്നാൽ ഇത് രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ നല്ല പ്രോപ്പർ ആയിട്ട് ഗൈഡൻസ് ഒക്കെ കൊടുത്ത് കുട്ടികളെ ട്രെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ബെറ്റർ ചൈൽഡിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇവരുടെ വിഷൻ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഇവരുടെ വിഷൻ എന്താണെന്നുള്ളത് കേട്ടോ. The parents and community member are actively involved in and share the responsibility for education and well-being of the children and young people. നമ്മുടെ പാരന്റ്സ് കമ്മ്യൂണിറ്റി നല്ല ആക്റ്റീവായിട്ട് അവർ ഇൻവോൾവ് ചെയ്തിരിക്കണം. ഈ എഡ്യൂക്കേഷന്റെ കാര്യത്തിലാവട്ടെ, കുട്ടികളുടെ വെൽബീയിങ്, പെരുമാറ്റത്തിന്റെ കാര്യത്തിലാവട്ടെ, അവരുടെ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യണം. നമുക്കറിയാം ഇന്നത്തെ തലമുറയെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. എന്താണ് ഒത്തിരി നമുക്ക് എന്താ പറയാ ഒത്തിരി ഭയങ്കരമായിട്ട് എന്താ പറയാ ഡീവിയേറ്റഡ് അല്ലെങ്കിൽ എന്താ പറയാ ഒത്തിരി പ്രശ്നങ്ങളുള്ളൊരു കാലഘട്ടം, അല്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി ക്യാരക്ടർ ഡിഫക്ട്സ്, ബിഹേവിയർ പ്രോബ്ലംസ് ഉള്ളൊരു കുട്ടികളെയാണ് ടീനേജേഴ്സ്, യങ്ങർ പീപ്പിൾസിനെയാണ് നമ്മളിപ്പോ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി പാരന്റ്സിന്റെയും അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെയും റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇനി വരാൻ പോകുന്ന ജനറേഷനെങ്കിലും നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ട്രെയിൻ ചെയ്ത് പ്രോപ്പർ ആയിട്ട് അവർക്ക് നേരായ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കാം. ഓക്കെ, ദേ വർക്ക് ഇൻ പാർട്ണർഷിപ്പ് വിത്ത്, ഇവര് ആരായിട്ടുള്ള പാർട്ണർഷിപ്പിൽ വർക്ക് ചെയ്യണം. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ദേ വർക്ക് ഇൻ പാർട്ണർഷിപ്പ് വിത്ത് എഡ്യൂക്കേറ്റേഴ്സ് ടു സപ്പോർട്ട് the achievement of the high quality academically challenging and culturally affirming education programs and responsive and inclusive and caring learning environment.
സോ നമ്മൾ നല്ല രീതിയിൽ എഡ്യൂക്കേറ്റേഴ്സ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഹൈ ക്വാളിറ്റി അച്ചീവ്മെന്റ്സും അക്കാഡമിക്കലി ആവട്ടെ കൾച്ചറലി ആവട്ടെ നല്ലൊരു എന്താ പറയാ നല്ല ഇൻക്ലൂസീവ് ആയിട്ടുള്ള കെയറിംഗ് ലേണിംഗ് എൻവയോൺമെന്റ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സ്കൂൾ ആർ ദ സെന്റർ ഓഫ് ലേണിംഗ് ഫോർ ദെയർ കമ്മ്യൂണിറ്റീസ്. നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ലേണിംഗിന്റെ ഒരു സെന്റർ ആയിട്ട് തന്നെയാണ് എന്ത് വരുന്നത്, സ്കൂളുകൾ വരുന്നത്. ഓപ്പൺ ആൻഡ് വെൽക്കമിങ് ആൻഡ് ഹംബ് ഓഫ് റേഞ്ച് ഓഫ് കമ്മ്യൂണിറ്റി സർവീസ് ആൻഡ് പ്രോഗ്രാംസ്. 1 minute കേട്ടോ. കമ്മ്യൂണിറ്റി ഒന്നിട്ട് പറയാം. The school are the center of learning of their community. നമ്മൾ open and welcoming and hub of range of community service and programs that address the students' needs and strengthen the learning program. സ്കൂൾ ആണ് ലേണിംഗിന്റെ ഏറ്റവും സെന്റർ ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത്, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടേക്ക് വരുന്ന കുട്ടികൾ നമ്മൾ നല്ല രീതിയിൽ വെൽക്കം ചെയ്യാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവർക്ക് വേണ്ട നീഡ്സുകൾ അറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ട രീതിയിൽ programs, learning programs provide them. There is high degree of mutual respect and trust. The public confidence is and support for education. നമ്മുടെ എഡ്യൂക്കേഷന് നമ്മളിപ്പോ മ്യൂച്വൽ റെസ്പെക്റ്റും ട്രസ്റ്റും വേണം. നമ്മളിപ്പോ പാരന്റ്സിന് നിലയിൽ നമ്മുടെ സ്കൂളിനെ റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം. അതേപോലെ എഡ്യൂക്കേറ്റേഴ്സ് നമ്മൾ പാരന്റ്സിനെ തിരിച്ച് റെസ്പെക്ട് ചെയ്യണം. നമ്മൾ അവരെ വിശ്വസിച്ച് വേണം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ. നല്ല പബ്ലിക് കോൺഫിഡൻസ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു നല്ല ഒരു കുട്ടികളെ അല്ലെങ്കിൽ നല്ല അക്കാഡമിക് ഉള്ള നല്ല കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ എഡ്യൂക്കേറ്ററിന് ആക്കണം കേട്ടോ, നിങ്ങൾ എഡ്യൂക്കേറ്റേഴ്സ് ആക്കണേ. ഇനി ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. പ്രിൻസിപ്പിൾസ് വിച്ച് അണ്ടർപിൻ എഫക്റ്റീവ്നെസ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ്. എന്തെല്ലാം പ്രിൻസിപ്പിൾസ് ആണ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് അടിവരയിട്ട് ഉറപ്പിക്കുന്നത്, അല്ലെങ്കിൽ അടിത്തറ, അല്ലെങ്കിൽ പറയുന്ന ഫൗണ്ടേഷൻ, ഇതൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് എന്നാണ് നോക്കുന്നത്. ഓൾ ഫാമിലി ആൻഡ് സ്കൂൾ വാണ്ട് ദ ബെസ്റ്റ് ഫോർ ദെയർ ചിൽഡ്രൻസ്. നമ്മളും അതെ, നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെയാണ് സ്കൂളും ആഗ്രഹിക്കുന്നത്, അവരുടെ കുട്ടികളെ ആയിരിക്കണം ബെസ്റ്റ് എന്ന്. All children have the right to opportunity to reach their full potential. ഓരോ കുട്ടിക്കും അവരുടെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള റൈറ്റ്സും ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ ഫാമിലിയുടെ ഭാഗത്തുനിന്നാവട്ടെ സ്കൂളിന്റെ ഭാഗത്തുനിന്നാവട്ടെ പ്രൊവൈഡ് ചെയ്യാം. Families are the first and continuous educators of their children. നമ്മൾക്കറിയാം കുട്ടികളെ സംബന്ധിച്ച് ഫാമിലിയാണ് ഫസ്റ്റ്. നമ്മൾ എവിടെ നിന്നാണ് ലേൺ ചെയ്ത് കൊടുക്കുന്നത്? ഫസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ് ആരുടെ? ഫാമിലിയാണ്. നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുന്നത്. സോ ഫസ്റ്റ് എഡ്യൂക്കേറ്റർ ആണ് കുട്ടികളെ സംബന്ധിച്ച് ആര്? ഫാമിലി എന്ന് പറയുന്നത്. Effective school provide a nurturing and supporting learning environment. നല്ല എഫക്റ്റീവ് സ്കൂളുകൾ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള നല്ല വൈവിധ്യമായിട്ടുള്ള എന്തൊരു ലേണിംഗ് എൻവയോൺമെന്റ് നമ്മൾ എന്ത് ചെയ്യണം? ആ സ്കൂൾ പ്രൊവൈഡ് ചെയ്യണം. ഫാമിലീസ് ആൻഡ് സ്കൂൾ വാല്യൂ ക്വാളിറ്റി ടീച്ചിങ്. നമ്മുടെ ഫാമിലീസ് സ്കൂളും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കുന്ന കാര്യമാണ് നല്ല ക്വാളിറ്റി ടീച്ചിങ് ആണ്. അതേപോലെ റെസ്പെക്ട് ദ ടീച്ചേഴ്സ് പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ്. ടീച്ചേഴ്സിന്റെ പ്രൊഫഷനെ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യാം? റെസ്പെക്ട് ചെയ്യാം. നമുക്കറിയാം നമ്മുടെ ടീച്ചേഴ്സ്, ഇപ്പൊ നിങ്ങൾ മിക്കവരും എന്താണ് ടീച്ചേഴ്സ് ആയിട്ട് ചിലപ്പോൾ കയറിയവരുണ്ടാവും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പോയവരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ അറിയാം ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്കറിയാൻ പറ്റുന്നത് ഞാൻ ടീച്ചറാണ്, ഇന്ന സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണെന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന റെസ്പെക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഒരു റെസ്പെക്ട് നമ്മളിപ്പോ പാരന്റ്സിന്റെ ഭാഗത്തുനിന്നാവട്ടെ അല്ലെങ്കിൽ സാധാരണ കോമൺ പീപ്പിളിന്റെ ഭാഗത്തുനിന്ന് പോലും നമുക്ക് നല്ലൊരു റെസ്പെക്ട് കിട്ടും. Family and school value the diversity of the families and use this as the source for building partnerships and communities. ഫാമിലീസും സ്കൂൾസും അത് വാല്യൂ കൊടുക്കുക. അതേപോലെ തന്നെ പല ടൈപ്പിലെ ഫാമിലീസ് ആയിരിക്കും, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ പല ടൈപ്പ് ഫാമിലീസ് ആയിരിക്കും. സോ ഇവരെല്ലാവരെയും കൂടി നല്ല രീതിയിലൊരു പാർട്ണർഷിപ്പ്, നല്ലൊരു ഗുഡ് പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാം.
Family school partnership are based on mutual responsibility, respect and trust. നമ്മുടെ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെ ബേസിക് ആയിട്ടുള്ള ഘടകങ്ങളാണ് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി, ഇവിടെ ഒരാൾക്ക് മാത്രം, അതായത് നമ്മൾ സ്കൂളിലേക്ക് വിട്ടു, ഇവിടുത്തെ ടീച്ചേഴ്സിനാണ് കുട്ടി പഠിക്കേണ്ട ഫുൾ റെസ്പോൺസിബിലിറ്റി എന്ന് വിചാരിക്കരുത്. നമ്മൾ ഫാമിലി അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഭാഗത്തും അതിന്റെ അതേ ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ ടീച്ചേഴ്സിനെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുക, അവരെ ട്രസ്റ്റ് ചെയ്യുക, അവരെ വിശ്വസിക്കുക. Leadership is a crucial to building and maintaining and having partnership. നമ്മുടെ ഈ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ ഒരു ലീഡർഷിപ്പ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോളാണ് വഹിക്കുന്നത്. ഇപ്പൊ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിലെ ലീഡർഷിപ്പ് ആയിരിക്കും, ടീച്ചേഴ്സിനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ എച്ച് എമ്മിനായിരിക്കും. അപ്പൊ ആ ഒരു ലീഡർഷിപ്പ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു റോള് വഹിക്കുന്നുണ്ട്. Family school partnership improve the students' motivation and learning. അപ്പോൾ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളിലെ മോട്ടിവേഷൻസും അതേപോലെ അവരുടെ ലേണിംഗും ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് സ്ട്രെങ്ത് ആൻഡ് ദ കണക്ഷൻ ആണ്. കണക്ഷൻ നടത്തുക ബിറ്റ്വീൻ സ്കൂൾ ആൻഡ് ദ കമ്മ്യൂണിറ്റി. നമ്മുടെ സ്കൂളും അതേപോലെ തന്നെ നമ്മുടെ സമൂഹവും തമ്മിലുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന് പറ്റും. Partnership can be involved all the organizations that support the families and schools. അപ്പൊ പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ആരൊക്കെയായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫാമിലീസും അതേപോലെ സ്കൂൾ, അതേപോലെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു ഓർഗനൈസേഷൻസും ഇതില് ഇൻവോൾവ് ആക്കുന്നുണ്ട്, പാർട്ടാകുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞ പ്രിൻസിപ്പിൾസ് വിത്ത് അണ്ടർപിൻ എഫക്റ്റീവ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിൽ വരുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിനെ അടിത്തറയിട്ട് ഉറപ്പിക്കുന്ന തത്വങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. 11 പോയിന്റ്സ് ഉണ്ട്. അപ്പോ അതൊന്ന് വായിച്ചു നോക്കാം. പ്രിൻസിപ്പിൾസും വായിക്കുക, അതിന് മുകളിലത്തെ ഹൗ ഇറ്റ് ഇസ് ഡിഫറെന്റ് ഫ്രം വാട്ട് എവരി സ്കൂൾ ഡസ് ഓൾറെഡി എന്നുള്ള മുതൽ താഴത്തേക്ക് പ്രിൻസിപ്പിൾസ് വരെയും വായിക്കാം കേട്ടോ. റീഡ് ചെയ്തോ? പ്രിൻസിപ്പിൾസ് 11 പോയിന്റ്സ് കൂടെ റീഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് പറയണേ.
എല്ലാവരും റീഡ് ചെയ്ത് കഴിഞ്ഞോ? ഞാൻ നെക്സ്റ്റ് പോർഷനിലേക്ക് പോകട്ടെ. ഓക്കെ, നോക്കാം. Following factors guide the family and community partnership in education. താഴെ പറയുന്ന ഫാക്ടേഴ്സും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഈ ഫാമിലി കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു പാർട്ണർഷിപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട്. ചൈൽഡ് സെന്റേർഡ് നമുക്കറിയാം, നമ്മുടെ ചിൽഡ്രൻസ് യങ് പീപ്പിൾസ് ആണ് നമ്മുടെ സ്കൂളിന്റെ ഹാർട്ട്. അവർക്ക് അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഓരോ പ്രോഗ്രാംസും ഓരോ പാർട്ണർഷിപ്പ് അവിടെ എന്ത് സർവീസ് ആവട്ടെ അവിടെ ഡിസൈൻ ചെയ്യാനായിട്ട്. The children and the young peoples are the heart of the school. Their best interest and well-being and education are the focus of all program. ഈ എല്ലാ പ്രോഗ്രാമിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെ ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ അവരുടെ വെൽബീയിങ്, അവരുടെ എഡ്യൂക്കേഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ഹെൽപ്പ് ചെയ്യും. ആൻഡ് സർവീസ് ആൻഡ് ഓഫ് പാർട്ണർ ഓൾ പാർട്ണർഷിപ്പ്. ഏതൊരു പാർട്ണർഷിപ്പും എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അതേപോലെ അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ വെൽബീയിങ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം, കമ്മ്യൂണിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രൂപീകരിക്കാൻ വേണ്ടിയിട്ട്. ഫാമിലി ഫോക്കസ്ഡ്. Parents and the caregiver have the right and the responsibility to the partners in their children's education. നമ്മുടെ പാരന്റ്സും അതേപോലെ തന്നെ കെയർ ഗീവർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണോ അവർ കൂടുതലായിട്ട് മെയിനായിട്ട് ഇപ്പൊ പാരന്റ്സിന്റെ കേസ് ഇങ്ങനെ പാരന്റ്സ് മദർ അല്ലെങ്കിൽ ഫാദർ ആരാണ്, ചിലപ്പോൾ പാരന്റ്സ് വരാം, ആരാണോ അവർ കെയർ ചെയ്യുന്നത് അവരായിരിക്കണം ഈ പാർട്ട്നേഴ്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്, കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ പാർട്ട്നേഴ്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. They are advocate for their children's have the valuable information about their children's learning styles and needs. ഓരോ കുട്ടികളുടെ ലേണിങ്ങിനെ കുറിച്ചിട്ടും അതേപോലെ അവരുടെ നീഡ്സിനെ കുറിച്ചിട്ടും വാല്യുബിൾ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അവർക്ക് പറ്റണം. It is recognized that the family is the primary provider in meeting children's needs. നമുക്ക് അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയാണ് പ്രൈമറി പ്രൊവൈഡേഴ്സ്. കുട്ടികൾക്ക് വേണ്ട മെറ്റീരിയൽസ് ആവട്ടെ എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നവരാണ് ഫാമിലിയാണ്. And that is must be an active partner in education. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഫാമിലി ആയിരിക്കണം ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ണർ. കുട്ടിയുടെ എഡ്യൂക്കേഷന്റെ ഭാഗത്ത് നോക്കുമ്പോൾ നമ്മുടെ ഫാമിലി ആയിരിക്കണം ഒരു ആക്റ്റീവ് പാർട്ണർ ആയിട്ട് വരുന്നത്. ഓർ പാരന്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. കോപ്പറേഷൻ ആൻഡ് പാർട്ണർഷിപ്പ്. നമ്മൾ കോപ്പറേഷൻ ആൻഡ് പാർട്ണർഷിപ്പിലേക്ക് വരുമ്പോൾ ആരുടെയൊക്കെ തമ്മിലുള്ള കോപ്പറേഷൻ ആണ് ഇവിടെ വരുന്നതെന്നാണ്. എഡ്യൂക്കേറ്റേഴ്സ്, ടീച്ചേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്, സ്റ്റുഡൻസ്, families, community members, human service agencies work together as a partners to support teaching and learning and to provide responsive and comprehensive range of support that meet the development and learning needs of the students. നമ്മുടെ കുട്ടികളുടെ ലേണിംഗ് നീഡ്സും അതുപോലെ തന്നെ ഡെവലപ്മെന്റ് നീഡ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു സർവീസ് ഈ പറഞ്ഞ എല്ലാവരും പ്രൊവൈഡ് ചെയ്യണം. എഡ്യൂക്കേറ്റേഴ്സ്, ടീച്ചേഴ്സ്, നമ്മുടെ സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന്, ഫാമിലിയിലെ പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന്, കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ ഭാഗത്തുനിന്ന്, സമൂഹത്തിലുള്ള ആ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, പിന്നെ അതുപോലെ ഹ്യൂമൻ സർവീസ് ഏജൻസിയുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ നല്ലൊരു ടീച്ചിങ് ആൻഡ് ലേണിംഗ് എൻവയോൺമെന്റ് നമുക്ക് സ്കൂളിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. There is shared planning and problem solve and the resources. നമ്മളിവിടെ കാര്യങ്ങൾ എല്ലാം കൂടി ഷെയർ ചെയ്യുന്നു. എന്താണ് പ്ലാൻ ചെയ്യേണ്ടത്, എന്തെല്ലാം പ്രോബ്ലംസ് ആണ്, അതിന് വേണ്ട റിസോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീനേജേഴ്സിലെ വയലൻസ് ആണ് അല്ലെ. കുട്ടികളിൽ ടീൻ ഏജ് അല്ലെങ്കിൽ അഡോളസെന്റ് ഏജിലേക്ക് കിടക്കുന്ന കുട്ടികളിൽ ഒത്തിരി വയലൻസ് നമ്മൾ കാണുന്നുണ്ട്. ന്യൂസ് പേപ്പറിലും പത്രത്തിലൊക്കെ ആയിട്ട് ഒരുപാട് റീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വയലൻസ് കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്നൊരു ചോദ്യം വരാണെങ്കിൽ നമ്മൾ ഈ എഡ്യൂക്കേറ്റേഴ്സും സ്റ്റുഡൻസും ഫാമിലി കമ്മ്യൂണിറ്റി മെമ്പേഴ്സും ഹ്യൂമൻ സർവീസ് ഏജൻസിയോട് ഒരുമിച്ച് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു കമ്മ്യൂണിറ്റി പോലെ രൂപീകരിച്ചിട്ട് നമ്മൾ ഇവർക്ക് വേണ്ട സർവീസ് എന്താണ്, അതെന്താണ് നമ്മുടെ പ്രോബ്ലം ഉള്ളത്, അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, അതിന് നമ്മുടെ കയ്യിൽ എന്തൊക്കെ റിസോഴ്സ് ഉണ്ട്, അതിന് വേണ്ട പ്ലാനുകൾ തയ്യാറാക്കുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഈ പറഞ്ഞ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇനി കമ്മ്യൂണിറ്റി അടുത്ത ഫാക്ടർ ആണ്. കമ്മ്യൂണിറ്റി. Schools are open and welcoming center of the community. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിന്റെ ഒരു സെന്റർ ആണ് കമ്മ്യൂണിറ്റി. നമ്മുടെ സ്കൂളിൽ നിന്നാണ് ഈ കുട്ടികളെല്ലാവരും ഈ ഒരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്നത്. Strong and stable communities are a key contributor to well-being and education of the students. നല്ല സ്ട്രോങ് ആയിട്ടുള്ള, സ്റ്റേബിൾ ആയിട്ടുള്ള, നല്ല കോൺട്രിബ്യൂട്ടിംഗ് ആയിട്ടുള്ള ഒരു നല്ല സൊസൈറ്റിയാണ് നമുക്കുള്ളതെങ്കിൽ
കുട്ടികളുടെ നല്ല വെൽബീയിങ്ങും നല്ല സ്വഭാവവും നല്ല ബിഹേവിയറും അതേപോലെ കുട്ടിയുടെ എഡ്യൂക്കേഷനും സപ്പോർട്ട് ചെയ്യും. ബൈ വർക്കിംഗ് ക്ലോസ്ലി വിത്ത് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, schools and educators foster strengthen the commitment to sense of community in their neighborhoods. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയും ഈ കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാലോ സ്കൂൾസും അതേപോലെ തന്നെ എഡ്യൂക്കേറ്റേഴ്സിനും അവരുടെ ഈ എഡ്യൂക്കേഷൻ ആ ഒരു പ്രോഗ്രാംസ് നല്ല രീതിയിൽ ഫാസ്റ്റർ ചെയ്യാനും അത് സ്ട്രെങ്തൻ ചെയ്യാനും ആ ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി നമ്മുടെ സമൂഹത്തെ കുറിച്ചുള്ള ബോധം കുട്ടികളിൽ ബിൽഡ് ചെയ്തെടുക്കാനും പറ്റും. ഇക്വിറ്റി ആൻഡ് റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി. നമുക്കറിയാം എന്താണ് നോക്കാം, each children's, young people's and adult has untapped potential and capabilities. നമുക്കറിയാം എന്താണ് അറിയുന്നത്, ഓരോരുത്തരും വ്യത്യസ്തരാണ്, അവർക്ക് അവരുടേതായ ഡൈവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പൊ ഓരോ ഇൻഡിവിജ്വലും അവരുടേതായ എന്താ പറയാ അവരുടേതായ കഴിവുകൾ നമ്മൾ റെസ്പെക്ട് ചെയ്യാം. There is a respect for the culture and the experience of all involved. നമ്മളിവിടെ നമ്മുടെ കൾച്ചറും അതേപോലെ നമ്മുടെ എക്സ്പീരിയൻസിനെ റെസ്പെക്ട് ചെയ്യാം. All students have the opportunity to develop the skill, knowledge and attitude necessary to the society. നമ്മുടെ സ്കില്ല്, നോളജ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ റെസ്പെക്ട് ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി, അതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. The principles goes beyond the equity of opportunity where everyone is to be treated the same to foster a barrier-free environment where the students benefit equally. നമ്മൾ ഈ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ എല്ലാവരെയും പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവിടെ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടുന്നത്. സോ അവിടെ അവരെല്ലാവരും എന്താണ് ഈക്വലി എല്ലാ സ്റ്റുഡൻസും ഈക്വലി ഇതിന്റെ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. Quality and excellence. Qualities enhanced and excellence become an achievable goal. ഈ ക്വാളിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും, എക്സലൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എക്സലൻസും ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്ത് നമ്മുടെ അച്ചീവബിൾ അല്ലെങ്കിൽ നമ്മുടെ എയിമിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. As parents and the community partnership strengthen the learning programs and opportunity for student success. ഇതെല്ലാം ഈ കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, കുട്ടികളുടെ സക്സസിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർക്ക് ലേണിംഗ് പ്രോഗ്രാംസ് അവർക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ ഓരോ വിദ്യാർത്ഥിനെയും അവർ സക്സസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പാർട്ണർഷിപ്പ് തന്നെ കുട്ടികളെ നല്ലൊരു സക്സസിലേക്ക് എത്തിക്കാനും അവർക്ക് വേണ്ട ലേണിംഗ് പ്രോഗ്രാംസും ഓപ്പർച്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഗോളാണ് നോക്കുന്നത്. ഗോൾ ചെറിയ ടോപ്പിക് കൂടിയാണ്. The goal of the family and community involvement and the partnership in education ആക്കുക, എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് ആക്കുക. ഞാൻ പറഞ്ഞില്ലേ ഓരോ ലൈൻ വായിക്കുമ്പോഴും നമ്മൾ അപ്പൊ തന്നെ എത്തി പോവാം. അപ്പൊ അത് ഒന്ന് നോക്കാം കേട്ടോ. The goal of the family and the community involvement and partnership in education include. ഒരു സംശയം ചോദിച്ചോട്ടെ, ഞാൻ ഇട്ടിരിക്കുന്ന PDF മിസ്റ്റേക്ക് ഉള്ളതാണോ, നിങ്ങൾ എടുത്തിരിക്കുന്ന പ്രിന്റിലും ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? യെസ് മാം. ഞാൻ വിചാരിച്ചു ഞാൻ റോങ് പ്രിന്റ് ആണോ, ഞാൻ വീണ്ടും നോക്കുന്നുണ്ട്. റോങ് പ്രിന്റ് ഞാനാണ് ഞാൻ എടുത്തതെന്ന് എനിക്ക് സംശയം, അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ് കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്ക് കുറെ കണ്ടില്ല, അതുകൊണ്ട് എനിക്ക് സംശയം നമുക്ക് ചോദിച്ചാണ്. ഗോൾ. The goal of the family, community involvement and partnership in education include. എന്തെല്ലാം കാര്യങ്ങളാണ് അവരുടെ ഗോൾ, അവരുടെ ലക്ഷ്യങ്ങളാണ്. Enhance students learning and success. കുട്ടികളുടെ ലേണിംഗും അവരുടെ സക്സസും എൻഹാൻസ് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാം. അതേപോലെ തന്നെ strengthen the education program. നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാം തന്നെ എന്ത് ചെയ്യുക, strengthen ചെയ്യുക. Share the responsibility. ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു സ്കൂളിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, അതേപോലെ പാരന്റ്സിന്റെയും കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും ഉത്തരവാദിത്തമാണ് എന്നുള്ളതിലേക്ക് കൊണ്ടുവരാം. Strengthen the participation of aboriginal peoples. നമ്മൾ ഇവിടുത്തെ ഒറിജിനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാവരെയും കൂടി ഒരുമിച്ചുള്ള പാർട്ടിസിപ്പേഷനിലൂടെ മാത്രമേ കുട്ടികളെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇൻക്രീസ് പബ്ലിക് കോൺഫിഡൻസ് ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിൽ ഒരു പബ്ലിക് കോൺഫിഡൻസ് കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക, കോൺഫിഡൻസ് കൊണ്ടുവരാം. ഇന്ന് നമ്മൾ പറയും പഠിച്ചിട്ടൊന്നും അറിയില്ല, എന്താ പറയാ ഒത്തിരി പഠിച്ചതല്ലേ, പക്ഷെ അവർക്ക് ആ ഒരു സൊസൈറ്റിക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോ നീയൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം, ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് പോലും നിനക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ലേ എന്നുള്ളൊരു ഇത് വരും. അപ്പൊ നമ്മള് അങ്ങനെ ആവരുത്, നമ്മൾ പഠിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുക. Enhance students learning and success ആണ് വായിക്കുന്നത്. All students have the opportunity and the support they are required to achieve their full potential for success. ഫുൾ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ ഫുൾ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ലേണിംഗ് കാര്യങ്ങൾ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസും സപ്പോർട്ടും നമ്മൾ കൊടുക്കുക. Strengthen the education program. Learning programs are academically challenging, relevant and culturally affirming. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ലേണിംഗ് പ്രോഗ്രാംസിൽ അക്കാഡമിക്കലി ചലഞ്ചിങ് ആണ്. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടേയിരിക്കും. Share the responsibility. School staff, parents, community members, students are collectively responsible for students' success and well-being. ഒരു കുട്ടിയുടെ സക്സസിനെയും വെൽബീങ്ങിനെയും എന്ത് ചെയ്യുന്ന ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി സ്കൂൾ സ്റ്റാഫിന് മാത്രമല്ല ഉള്ളത്, നമ്മുടെ പാരന്റ്സിനും കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും സ്റ്റുഡൻസിനും ഉണ്ട്. ദിസ് റെസ്പോൺസിബിലിറ്റീസ് ഡെമോൺസ്ട്രേറ്റ് ബൈ ആക്റ്റീവ് പാർട്ണർഷിപ്പ് വിത്ത് നാക്ക സ്പേസ് ഇട്ടാൽ പാർട്ണർഷിപ്പ് വിത്ത് പാരന്റ്സ് ആൻഡ് കമ്മ്യൂണിറ്റി. പാരന്റ്സും കമ്മ്യൂണിറ്റിയും തമ്മിൽ നല്ലൊരു പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ആൻഡ് ബൈ ഷെയർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഓഫ് എഡ്യൂക്കേഷണൽ ഇഷ്യൂ ആൻഡ് സ്കൂൾ അഫേഴ്സ്. നമ്മൾ സ്കൂൾ അഫേഴ്സിനെ കുറിച്ചിട്ടും എഡ്യൂക്കേഷണൽ ഇഷ്യൂസിനെ കുറിച്ചിട്ടും നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. Strengthen participation of Aboriginal people. Aboriginal people have ample opportunity to take an active role in their children's education through a variety of partnership and shared management arrangements. നമുക്ക് കുട്ടികളുടെ പാർട്ണർഷിപ്പില് അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് റോൾ ചെയ്യാനായിട്ട് പറ്റും, ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഓരോ മാനേജ്മെന്റ് അറേഞ്ച്മെന്റ്സ് ആവട്ടെ, അതേപോലെ എന്തൊരു കാര്യങ്ങളും അവർക്ക് കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കാര്യങ്ങൾ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇംഗ്ലീഷ് പബ്ലിക് കോൺഫിഡൻസ് ഇൻ എഡ്യൂക്കേഷൻ. പബ്ലിക്കിന്റെ കോൺഫിഡൻസ് എന്ത് ചെയ്യാം കൂട്ടാനായിട്ട് നമുക്ക് എഡ്യൂക്കേഷനെ കൊണ്ട് പറ്റും. നന്നായിട്ട് നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ പറയുന്നത് കേരളത്തിലെ ആൾക്കാർക്കൊക്കെ ഫുൾ റേറ്റ് ആണ്, അതുകൊണ്ട് ഇവിടെ നമ്മൾ ക്രൈം റേറ്റ് കുറവാണ്, സ്ത്രീകളെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ കുറവാണ്, അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ മിക്ക കാര്യങ്ങൾ നമ്മൾ പറയുമായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. എഡ്യൂക്കേഷനെ കൊണ്ടോ വിദ്യാഭ്യാസത്തെ കൊണ്ടോ ഒന്നും അല്ല, നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ഇതേപോലെ ഈ ഒരു കാര്യം നമ്മൾ കുറച്ച് മാറ്റം വരുത്തേണ്ട ഒരു ടൈമിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. Through greater understanding and appreciation of educational issues and achievements, family and community have increased confidence in and satisfaction with the school operations and programs. And education issues എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവർ തന്നെ സോൾവ് ചെയ്യാൻ ഫാമിലീസ് കമ്മ്യൂണിറ്റി അത് നല്ല രീതിയിൽ കോൺഫിഡൻസോട് കൂടി നല്ല രീതിയിൽ സോൾവ് ചെയ്യാണ്. അതേപോലെ അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്താണ് അത് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയും സൊസൈറ്റിയില് സ്കൂളിന്റെ അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ ആ ഒരു പബ്ലിക് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് അവബോധം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കറിയാം പണ്ടത്തെ തലമുറയിലെ ആൾക്കാര് അല്ലെങ്കിൽ എന്റെയൊക്കെ നമ്മളുടെയൊക്കെ എന്താ പറയാ പൂർവികർ അല്ലെങ്കിൽ നമ്മളെക്കാളും മുതിർന്നവര് നമ്മളുടെയൊക്കെ ജനറേഷൻ അവരുടെ ജനറേഷൻ സമയത്ത് സ്ത്രീകളൊന്നും പഠിപ്പിക്കാൻ വിടില്ലായിരുന്നു. സ്ത്രീകളൊന്നും എന്ത് ചെയ്യില്ല, പഠിപ്പിക്കാനൊന്നും വിടില്ല. പിന്നെയാണ് അവർക്കൊരു അവബോധം ഉണ്ടായത്. എന്താണ് സ്ത്രീകളെയും പുരുഷന്മാരും ഒരേപോലെ തന്നെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അവർക്ക് ഇന്നത്തെ തലമുറയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. രണ്ടുപേരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ജോലി ചെയ്താൽ മാത്രമേ അവർക്ക് ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ വന്നത്. അപ്പോൾ ഒരു പബ്ലിക് കോൺഫിഡൻസ് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള പബ്ലിക് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്കൂൾ ഫാമിലി പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ പാരന്റ്സ് സ്കൂൾ പാർട്ട്ണർഷിപ്പ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ 3 പോർഷൻസ് എടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് നന്നായിട്ട് റീഡ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം, ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. ഞാൻ ഇത്തിരി ടോപ്പിക്ക് കൂടുതലാണ് കവർ ചെയ്തതെന്ന് അറിയാം. സ്പീഡും ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടോ? മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ഒന്ന് റീഡ് ചെയ്ത് നോക്കണം. കാരണം നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ അടച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങളിത് മറന്നു പോകും. പക്ഷെ അതൊന്നും കൂടി റീഡ് ചെയ്തിട്ട് എടുത്ത് വെക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ വന്നേക്കാളും നമുക്ക് ഒന്നും കൂടി റീഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ബൈ ഹാർട്ട് പഠിക്കേണ്ട പ്രശ്നമോ അങ്ങനെ ഒന്നും വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി അത് മനസ്സിലാക്കി തന്നെ പോകാം. എന്തെല്ലാമാണ് സ്കൂൾ ഫാമിലി പാർട്ണർഷിപ്പ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ്, എന്തെല്ലാം ഗോളാണ് അവർക്കുള്ളത് എന്നുള്ളത് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി പോകാനായിട്ട് പറ്റും. ജസ്റ്റ് വേണ്ട സെന്റൻസ് വായിച്ചാൽ തന്നെ ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ ഉള്ളത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. അത് ഞാൻ എന്തായാലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ പറയണം. കാരണം ഞാൻ ഓരോ സെന്റൻസ് വായിക്കുമ്പോഴും ഓരോന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ഞാൻ ഇൻഫോം ചെയ്തോളാം കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആയോ എല്ലാവർക്കും?
ആർക്കും അഭിപ്രായമൊന്നുമില്ല.